ഇനി ഇതുവരെ നടന്ന ഏഷ്യൻ ഗെയിംസ് ഏതൊക്കെ രാജ്യങ്ങളിൽ ഏതൊക്കെ വർഷം നടന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി ഏഷ്യൻ ഗെയിംസ് നടന്നത് ഇന്ത്യയിലാണ്. 1951 ന്യൂഡൽഹിയിൽ വെച്ചാണ് ആദ്യമായി ഏഷ്യൻ ഗെയിംസ് നടന്നത്. 1951 ഒന്നാം ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വമരുളിയത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ വെച്ചാണ് ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് അരങ്ങേറിയത്. രണ്ടാമത്തെ ഏഷ്യൻ ഗെയിംസ് ഫിലിപ്പൈൻസിലെ മനിലയിൽ വെച്ചാണ് നടന്നത് 1954. 1958 മൂന്നാം ഏഷ്യൻ ഗെയിംസ് ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ച് അരങ്ങേറി. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ് നാലാം ഗെയിംസിന് ആതിഥേയത്വമരുളിയത് 1962. അഞ്ചാം ഗെയിംസ് 1966 തായ്ലാൻഡിലെ ബാങ്കോക്കിൽ വെച്ചാണ് നടന്നത്. ആറാം ഗെയിംസിനും തായ്ലാൻഡിലെ ബാങ്കോക്ക് തന്നെയാണ് ആതിഥേയത്വമരുളിയത്. ഇറാനിലെ ടെഹ്റാനിൽ വെച്ചാണ് ഏഴാം ഏഷ്യൻ ഗെയിംസ് നടന്നത് 1974. 1978 എട്ടാമത് ഏഷ്യൻ ഗെയിംസ് തായ്ലാൻഡിലെ ബാങ്കോക്കിൽ വെച്ച് നടത്തപ്പെട്ടു. 1982 ഒൻപതാം ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചാണ് നടത്തപ്പെട്ടത്. ദക്ഷിണ കൊറിയയിലെ സോളിൽ വെച്ചാണ് പത്താമത് ഏഷ്യൻ ഗെയിംസ് 1986 നടന്നത്. ചൈനയിലെ ബീജിംഗിൽ വെച്ച് 11ാം ഏഷ്യൻ ഗെയിംസ് 1990 നടന്നു. 12ാമത്തെ ഏഷ്യൻ ഗെയിംസ് 1994 ജപ്പാനിലെ ഹിരോഷിമയിൽ വെച്ചാണ് അരങ്ങേറിയത്. തായ്ലാൻഡിലെ ബാങ്കോക്ക് ആണ് 13ാമത് ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വമരുളിയത് 1998. 2002 14ാമത് ഏഷ്യൻ ഗെയിംസ് ദക്ഷിണ കൊറിയയിലെ ബുസാറിൽ വെച്ചാണ് നടന്നത്. ഖത്തറിലെ ദോഹയിൽ വെച്ചാണ് 2006 15ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത്. ഇനി ഏഷ്യൻ ഗെയിംസിലെ മത്സര ഇനങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ കായിക ഇനങ്ങൾ ഏഷ്യൻ ഗെയിംസിനാണുള്ളത്. 42ഓളം മത്സര ഇനങ്ങളാണ് ഏഷ്യൻ ഗെയിംസിലുള്ളത്. ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നീന്തൽ, അമ്പെയ്ത്ത്, അത്ലറ്റിക്സ്, ബാഡ്മിന്റൺ, ബേസ്ബോൾ, ബാസ്കറ്റ്ബോൾ, ബില്യാർഡ്സ്, സ്നൂക്കർ, ശരീര സൗന്ദര്യം, ബോക്സിംഗ്, ബൗളിംഗ്, കനോയ്, കയാക്ക്, ചെസ്, സൈക്ലിംഗ്, അശ്വാഭ്യാസം, ഇ സ്പോർട്സ്, ഫെൻസിംഗ്, ഹോക്കി, ഫുട്ബോൾ, ഗോൾഫ്, ജിംനാസ്റ്റിക്സ്, ഹാൻഡ്ബോൾ, ജൂഡോ, കബഡി, കരാട്ടെ, റോവിംഗ്, റഗ്ബി, സെയിലിംഗ്, സെപക് ത്രക്കോ, ഷൂട്ടിംഗ്, സോഫ്റ്റ് ബോൾ, സോഫ്റ്റ് ടെന്നീസ്, സ്ക്വാഷ്, ടേബിൾ ടെന്നീസ്, ടക്കാർഡോ, ടെന്നീസ്, ട്രയാത്തലൻ, വോളിബോൾ, ഭാരോദ്വഹനം, ഗുസ്തി, വുഷു, ക്രിക്കറ്റ് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട മത്സര ഇനങ്ങൾ. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ സംഘത്തിന്റെ വരവറിയിച്ചുകൊണ്ട് ഗെയിംസ് ഗ്രാമത്തിൽ ഇന്ത്യൻ പതാക ഉയർന്നു കഴിഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസിൽ നേടിയ മുന്നേറ്റവും ആത്മവിശ്വാസവും ഏന്തി ചൈനീസ് വൻമതിൽ തകർക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ ഇന്ത്യ. നമസ്കാരം.在你的遥远路途上，不一定总会有人来与你携手并肩。当我在这里召唤你，召唤你和我们一起，谁还能阻挡你的爱？当火炬即将点燃，因为有我，这里的一切会发光，会变得精彩至极。
将变亮，因为有我，这里的一切会发光，会变得精彩至极，因为有你，亚运的世界会被我们点亮，因为有我，这里的一切会发光，会变得精彩至极，因为有你，亚运的世界会被我们点亮，因为有我，这里的一切会发光，会变得精彩至极，因为有你，亚运的世界